ഇന്ന് സംഗീതത്തിൻ്റെ ഒരു തീരാനഷ്ടം തന്നെയാണ്. കാരണം ഇന്ന് നമ്മളുടെ മഹാഗായിക ജാനകിയമ്മ ഇന്ന് നമ്മളുടെ സംഗീത രംഗത്ത് നിന്നും ആ ശബ്ദം നിലച്ചിരിക്കുകയാണ്. കാരണം ഓരോ വിദ്യാർത്ഥികൾക്കും സംഗീതത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജാനകിയമ്മ അങ്ങനത്തെ മേളിലേക്കുള്ള എല്ലാ വലിയ വലിയ ഗായകരുടെയും പാട്ടുകൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഇവരുടെ പാടിയേക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു സംഗീത സംവിധായകർ ഒരു പാട്ടിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അതുക്ക് മേളിലും അതിൻ്റെ അപ്പുറത്തും പാടാവുന്ന ഗായികമാരിൽ ഏറ്റവും പ്രധാനിയാണ് ജാനകിയമ്മ. കാരണം ഒരു ചെറിയ സംഗതിയാണെങ്കിൽ കൂടിയോ ആ ജാനകിയമ്മ പാടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ സംഗീതത്തിൽ എന്താ പറയേണ്ടത്, അത്ര വലിയ ഭാവമായിരിക്കും ജാനകിയമ്മ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. കൂടാതെ ഉച്ചസ്ഥായിലൊക്കെ ഏത് ഗായികമാരും പാടുമ്പോൾ അവരുടെ മുഖഭാവം തന്നെ ഒരു വലിയ ഒരു സ്ട്രെയിൻ എടുക്കണ പോലത്തെ ഫീലായിരിക്കും അവരുടെ മുഖത്ത് കാണിക്കണം. ജാനകിയമ്മ മാത്രം വെറുതെ ഇങ്ങനെ കൂളായിട്ട് നിന്നിട്ടായിരിക്കും അത് പാടണം. കാരണം ജാനകിയമ്മക്ക് ഒരു മേൽസ്ഥായി ഒന്നും ഒരു ഘടകമല്ല എന്നുള്ളതാണ്. ഒരു സംഗീതത്തിന്റെ ഒരു അവതാരമാണ് ജാനകിയമ്മ. ഇപ്പൊ ജാനകിയമ്മനെ പറ്റി പറയുമ്പോഴത്തേക്കും ജാനകിയമ്മ സംഗീതമൊന്നും പഠിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷേ ഒരു സംഗീത ദേവതയായിട്ടുള്ള ജാനകിയമ്മക്ക് എന്തിനാ സംഗീതം പഠിക്കേണ്ട കാര്യം ഇരിക്കണത്? കാരണം ആ തൊണ്ടയിൽ നിന്ന് വന്നത് അത്രയും വ്യക്തമായിട്ടുള്ള നല്ല ശ്രുതിശുദ്ധമായിട്ടുള്ള സംഗീതമാണ് വന്നത്. ഇപ്പൊ തൊണ്ടയിൽ തന്നെ തമ്പുരു വെച്ചിട്ട് പാടണം എന്ന് പറഞ്ഞ പോലെ അത്ര ശുദ്ധതയാണ് പാട്ടിന്. കാരണം ഓരോ സംഗതികളും പാടുമ്പോഴും അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഭാവം, ഇത് മലയാളം അറിയാത്ത ഒരു ഗായികയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം. കാരണം മലയാളം ഒട്ടും തന്നെ അറിയില്ലാത്തൊരു ഗായിക മലയാളത്തിൽ പാടുമ്പോഴത്തേക്കും ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുന്ന ഉച്ചാരണ ശുദ്ധിയുണ്ട്. അത് ഇന്നത്തെ ഓരോ ചെറിയ ഗായകരും ഗായികമാരും എല്ലാവരും പഠിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. കാരണം ജാനകിയമ്മയൊക്കെ ഓരോ അക്ഷരങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ രാ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ശക്തമായിട്ട് രാ എന്ന് തന്നെ കേൾക്കും. ഇപ്പൊ റാ എന്നാണെങ്കിൽ റാ എന്ന് തന്നെ കേൾക്കും. നമ്മളിപ്പോ ഇന്നത്തെ പുതിയ തലമുറയിലുള്ള പിള്ളേര് റായും രായും പാടുമ്പോഴത്തേക്ക് ഇതിൽ ഏതാണ് റാ ഏതാണ് രാ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇവർ ഇവിടെ മറ എന്ന് പറയുമ്പോഴത്തേക്കും അത് രായാണോ റായാണെന്ന് അറിയാൻ പറ്റില്ല. മറ്റേവർ പാടുമ്പോൾ റാ എന്നുള്ള ഉച്ചാരണം വളരെ വ്യക്തമായിരിക്കുള്ളൂ. അതുപോലെ ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കേണ്ട ഒരു ഉച്ചാരണ ശുദ്ധി ഉണ്ടല്ലോ, അതിൽ ജാനകിയമ്മ മലയാളം അറിയാഞ്ഞിട്ടാന്ന് ഓർക്കണം. അതാണ് നമ്മൾ അത്ഭുതപ്പെട്ട് കൈകൂപ്പി പോണത്. കാരണം മലയാളം അറിയാത്ത ജാനകിയമ്മ പാടുമ്പോഴത്തേക്ക് ഒരു വ്യക്തമായിട്ട് മലയാളം പഠിച്ചിട്ടുള്ള ഒരു ഗായിക പാടുന്ന പോലെയാണ് ഓരോ അക്ഷരങ്ങളും പാടുന്നത്. ജാനകിയമ്മ തന്നെ പറഞ്ഞിട്ടില്ലേ ഒരു പാട്ട്, മദളപ്പൂ പോലൊരു മനസം ഞാൻ ഇന്നു കണ്ടു എന്ന് സംഗീത സംവിധായകൻ ഭാഷ അറിയാത്ത സലിൽ ചൗധരി സാറായതിന്റെ പേരിൽ അദ്ദേഹം കൊടുത്തപ്പോൾ ജാനകിയമ്മയാണ് പറഞ്ഞത് അത് മാതളപ്പൂ പോലൊരു മാനസം. ആ ദീർഘം നേരെ ഇങ്ങോട്ടാക്കി. മറ്റത് മദളപ്പൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനും നമ്മുടെ മലയാളം അറിയാത്തൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ ജാനകിയമ്മയാണ് അന്ന് പറഞ്ഞത് മാതളപ്പൂ പോലൊരു. അപ്പൊ തന്നെ പാട്ടേ മാറിയ മാറ്റം കണ്ടില്ലേ? അപ്പൊ അതൊക്കെയാണ് ഒരു ജാനകിയമ്മേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. കാരണം ജാനകിയമ്മ ഒരു ആഭോഗിയിലും ഒരു തോടിയിലും കൂടി പാടിയേക്കണ ഒരു കന്നഡ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പാട്ടുകാരനും എപ്പോഴെങ്കിലും ഞാൻ പാട്ടുകാരനെന്നുള്ള അഹംഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ മാറി കിട്ടും. കാരണം ഒരു മനുഷ്യന് സാധിക്കാത്ത വിധത്തിലുള്ളൊരു ഗാനമാണെന്ന് ആലപിച്ചേക്കണം. കാരണം ഇന്നത്തെ പോലെ പഞ്ചിതാണ് പാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. മറ്റത് ഒറ്റ ടേക്കിലങ്ങ് പാടുക എന്ന് പറഞ്ഞാൽ അതിന്റെ 2 രാഗം എന്ന് പറയുമ്പോൾ ഒരെണ്ണം ആഭോഗി ഒരെണ്ണം തോടി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അത് അത്രയും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കമ്പോസിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ടൊക്കെ പോലും ജാനകിയമ്മ പാടിയേക്കുന്നത് വെറുതെ പുഷ്പം പോലെ പാടിയേക്കുന്നത്. അതൊക്കെ ഇപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കും. ജാനകിയമ്മേനെ പറ്റി പറഞ്ഞ് എന്താ പറയുക? ഇപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി ശബ്ദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജാനകിയമ്മ പുഷ്പം പോലെ ഒന്ന് പാടിയിട്ട് പോകും. ഇപ്പൊ ഇനി ഒരു ഫോക്ക് ടൈപ്പ് പാടുക എന്ന് പറഞ്ഞാൽ ജാനകിയമ്മക്ക് അതൊരു പ്രശ്നമല്ല. ഇനി നമ്മളൊന്ന് ആലോചിക്കും, ഇപ്പൊ ശിങ്കാരവേലനെ ഇപ്പൊ പാടുന്നത് അത് വെറുതെ ബന്ധങ്ങൾ കയറി പാടിപ്പോവുകയാണ്. അപ്പൊ സംഗീതം പഠിച്ചിട്ടുണ്ടോ വെച്ചാൽ പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പാടിയത് കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ ജാനകിയമ്മക്ക് സംഗീതം പഠിച്ചിട്ടില്ല എന്നുള്ളത്? പക്ഷെ ജാനകിയമ്മ സംഗീതത്തിന്റെ അവതാരമാണ്. ദാസേട്ടനെ പോലെ തന്നെ ഇത് വേറെ അവതാരങ്ങളാണ്. കാരണം ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒന്നും ചെയ്യണ്ട, അവരുടെ വായിന്ന് വരണത് അത്രയ്ക്കും വ്യക്തമായിട്ടുള്ള സംഗീതമാണ്. കാരണം നമുക്ക് ഇനിയുള്ള തലമുറക്കാർക്ക് ഏറ്റവും വലിയ ഒരു വലിയൊരു സർവകലാശാലയായിരിക്കുള്ളൂ ജാനകിയമ്മയുടെ പാട്ടുകൾ. കാരണം
ഇവർക്കെല്ലാം ഇന്ന് പുതിയ ഗായികമാർക്കും ഗായകർക്കും ഒക്കെ എന്താണ് ഭാവം, എങ്ങനെയാണ് പാട്ടിന് ഭാവം കൊടുക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജാനകിയമ്മയുടെ പാട്ട് നമ്മൾ ഹെഡ്ഫോൺ വെച്ച് കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാവും. കാരണം ആ പാട്ടിന് എന്താണ് ഒരു ഫീല് കൊടുക്കേണ്ടത്, ആ ഫീല് ജാനകിയമ്മ പാടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. അതാ സ്വർണ്ണമൂക്കിലേ സ്വർണ്ണമൂക്കിലേ, ആ പാട്ടൊക്കെ ഒന്ന് ഹെഡ്ഫോൺ വെച്ച് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അങ്ങനെ ഒരു ഗായികയാണ്. കാരണം വെച്ചാൽ എന്താണോ ആ പാട്ട് ആ സിറ്റുവേഷനിൽ ആവശ്യപ്പെടുന്ന സംഗീതം, ആ സംഗീതം മലയാളം അറിയാത്ത ജാനകിയമ്മ അത് ഇങ്ങനെ അങ്ങോട്ട് പാടി ആ ലോകം ഇപ്പോഴും മറ്റേ ഇളം മഞ്ഞിൻ കുളിരുമാ അത് കേൾക്കുമ്പോൾ രോമാഞ്ചം വരുന്നു പറഞ്ഞ പാട്ട്. പക്ഷെ അതൊക്കെ എങ്ങനെ പാടിയേക്കണം, ഒരു സാധാരണ ഒരു പാട്ടുകാര് സ്വപ്നം കാണാൻ പറ്റാത്ത പോലത്തെ ഒരു അവതരണവും ചെയ്യണം. ഏതൊക്കെ പാട്ടെടുത്തോ, നമ്മൾ പാട്ടിനെ പറ്റി പറയാൻ നിന്നാൽ എത്ര ആയിരം പാട്ടുകളാണ് കിടക്കുന്നത്. പക്ഷെ എങ്കിലും ഏത് ഭാഷയാണെങ്കിലും അതിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത വിധത്തിൽ ജാനകിയമ്മ പാടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഓരോ വ്യക്തികളും പാട്ട് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോഴും പാട്ട് ഗാനങ്ങളൊക്കെ പാടുമ്പോഴും സ്റ്റുഡിയോയിലേക്ക് പാടാനായിട്ട് വരുമ്പോഴും സിനിമയിലേക്ക് പാടാൻ പോകുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജാനകിയമ്മ എന്ന സർവകലാശാലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക. കാരണം അവിടെയാണ് കിടക്കുന്നത് ഭാവം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പൊ ജയേട്ടന്റെ പാട്ട് കേൾക്കണ പോലെ തന്നെ ഇപ്പൊ പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഗായകൻ മറ്റൊരു സർവകലാശാലയാണ്. കാരണം അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഭാവത്തിന്റെ വേറൊരു തലം എന്താന്നുള്ളത്. അപ്പൊ നമുക്കിപ്പോ മുൻകാലങ്ങളിലുള്ള എല്ലാ വലിയ വലിയ ഗായകരും ഇപ്പൊ നമുക്ക് എല്ലാവരും പറയാമല്ലോ. ഇപ്പൊ പിന്നെ ഏറ്റവും വലിയ ഗായകൻ ദാസേട്ടനെ പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇതുപോലത്തെ വലിയ വലിയ ഗായകരുടെ പാട്ടുകളിലാണ് ഈ പഠിക്കാനുള്ളത് കിടക്കുന്നത്. കാരണം അവരുടെ പാട്ടിൽ നിന്നാണ് നമുക്ക് ഇനിയുള്ള എല്ലാ തലമുറകൾക്ക് സംഗീതത്തെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുള്ളത്. പക്ഷെ ഇവരെല്ലാം മറ്റൊരു അവതാരങ്ങളായിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അതാണല്ലോ നമുക്ക് ഈശ്വരൻ നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇവരെ പോലുള്ള വലിയ മഹത് വ്യക്തികളുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ പുണ്യം. കാരണം ഇന്നിപ്പോൾ ഇത്രയും വലിയ ഗായകരുടെയൊക്കെ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റി, അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റി, അവരുടെ കൂടെ കഴിയാൻ പറ്റി, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്നാലും കലാകാരന്മാർക്കും ഈ ലോകത്തിനുമെല്ലാമുള്ള വൻ നഷ്ടമാണ്. ഇപ്പൊ ജാനകിയമ്മക്ക് ഭാരതരത്നം സർക്കാർ കൊടുത്തില്ല എങ്കിലും ഈ ലോകം മുഴുവൻ ഉള്ള ഒരു ഭൂലോക രത്നം എന്ന് പറഞ്ഞ പോലും ജാനകിയമ്മക്ക് മനുഷ്യർ മനസ്സുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു. കാരണം സർക്കാരിന്റെ മറ്റു കാര്യങ്ങളൊന്നും പോലെയല്ല, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് കലാകാരന്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമുക്ക് ഒരു ദിവസം ജാനകിയമ്മയുടെ പാട്ട് കേൾക്കാതെ പറ്റുമോ? കാരണം എല്ലാ ദിവസവും റേഡിയോയിലും ടി വിയിലും എല്ലാം 24 മണിക്കൂറും ജാനകിയമ്മയുടെ പാട്ടുകൾ തന്നെയാണ് കേൾക്കുന്നത്. പക്ഷേ നമുക്കാണ് നഷ്ടം വന്നേക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കൊരു വലിയ ഒരു സംഗീത ദേവതയാണെന്ന് നമ്മളുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. പക്ഷേ നമ്മളുടെ ആരുടെ മനസ്സുകളിൽ നിന്ന് ഈ ലോകം അവസാനിക്കുന്നവരെ അപ്രത്യക്ഷമാവില്ല. എന്നും ജീവിച്ചിരിക്കുന്ന ഗായികയാണ് ജാനകിയമ്മ. അപ്പം ജാനകിയമ്മക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.